കർത്താവിന്റെ ധന്യമേറിയ നാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ കർത്താവിന്റെ നാമത്തിൽ സ്നേഹവചനത്തെ, പ്രഭാതവചനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഈ ചിക്കാഗോ പ്രയർ ലൈനിന്റെ കൂട്ടായ്മയിൽ പിന്നെയും സംബന്ധിക്കുവാൻ ഇടയായി തീർന്നത്. മുൻകാലങ്ങളിൽ ഞാൻ ഈ കൂട്ടായ്മയുടെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു. ഞാൻ ഇടക്കാലങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ആയിരുന്നു. എന്നാൽ ഈ പകലിൽ ഇങ്ങനൊരു കൂട്ടായ്മ ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറട്ടെ എന്ന് താങ്കൾ ആഗ്രഹിക്കുകയാണ്. വിവിധ സോണുകളിൽ, ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ട്, വിവിധ ഇടങ്ങളിൽ, രാജ്യത്തിന്റെ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ ഇന്ന് പകൽക്കാലം സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുകയാണ്. ഈ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തില് ഇന്ന് പകൽക്കാലം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി മാറട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനിലും ഞാനുമായിട്ട് ഒത്തിരി വർഷത്തെ ആത്മീയ ഭൗതികമായ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. നോർത്ത് ഇന്ത്യയിൽ വെച്ച് തുടങ്ങിയതായ ഞങ്ങളുടെ ഈ ആത്മീയ ബന്ധം അനേക വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും ആ നിലവാരത്തിൽ തുടരുവാൻ കഴിയുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ലൈവിലായിരിക്കുന്ന പലരെയും എനിക്ക് പരിചയമുള്ള മുഖങ്ങളാണ്. ചിലരെ വ്യക്തിപരമായി പരിചയമില്ല എങ്കിലും ഈ മീറ്റിംഗ് മുഖാന്തരം നിങ്ങളെയൊക്കെ അറിയുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞ കാലങ്ങളിൽ ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവിന്റെ പകൽക്കാലം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. സമയം നമ്മുടെ മുമ്പിൽ വളരെ പരിമിതമാണ് എന്ന് എനിക്കറിയാം. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം മുഖവരിയായിട്ടും മറ്റു വാക്കുകളും കടന്നു പോകാതെ ലഭിക്കപ്പെട്ട സമയത്തിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് വാക്കുകളെ അവസാനിപ്പിക്കാം എന്നാണ് കർത്താവിൽ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയും അത് താല്പര്യപ്പെടുകയും ചെയ്യുന്നത്. സ്തോത്രം. ദാസൻ ഓർപ്പിച്ചതുപോലെ പല ഇടങ്ങളിൽ കർത്തൃവേലയിൽ ആയിരിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ ഇപ്പോൾ സ്വദേശത്ത് പാർത്തുകൊണ്ട് അത് കർത്താവ് തരുന്ന അവസരങ്ങളെ ശുശ്രൂഷയുടെ തലങ്ങളിലും മറ്റിതര നദിയുമായിട്ടുള്ള ചില സ്തോത്രം ഉപജീവന മാർഗത്തോടുള്ള ബന്ധത്തിലൊക്കെ സ്വദേശത്ത് ആയിരിക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് പകൽക്കാലം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്താൽ കടന്നു വന്നതാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങിയ എത്രയോ പേർക്ക് ഈ പ്രഭാതം കാണാൻ കഴിയാതെ വണ്ണം അനേകർ അത് മരണമെന്ന തിരശ്ശീലയ്ക്ക് അപ്പുറം മറഞ്ഞു പോയപ്പോൾ കർത്താവ് ഈ പകലിൽ നമുക്ക്, സ്തോത്രം, കഴിഞ്ഞ രാത്രി കാണുവാനും ഈ മനോഹരമായ ഒരു പ്രഭാതം കാണുവാനും കർത്താവ് തന്ന ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നും ഒരു വാക്യം, സ്തോത്രം, നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രാമിനെ ഓർത്ത്
ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. മതി. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നാം വായിച്ചു കേട്ടതായ ദൈവത്തിന്റെ വചനം, തിരുവചനം നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു തിരുവചന ഭാഗമാണ് ഇവിടെ വായിച്ചു കേൾക്കുവാനിടയായിട്ടുള്ളത്. പ്രതിയുടെ പുസ്തകം 19:29 വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. നമ്മെ ഓർക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ആണ് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഈ വായിച്ച വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. പ്രൈസലോ. നമ്മെ ഓർക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും, നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഹല്ലേലൂയ സ്തോത്രം പ്രതികൂലത്തിന്റെ നടുവിലും, ഈ ജീവിതത്തിന്റെ ഏത് വൈതരണിയുടെ നടുവിലും നമ്മെ ഓർക്കുന്ന, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭക്തരെ ഓർക്കുന്ന, തന്നെ സേവിക്കുന്ന തൻ്റെ ജനത്തെ ഓർക്കുന്ന, തന്നെ പിൻഗമിക്കുന്ന തൻ്റെ ജനത്തെ ഓർക്കുന്ന, തനിക്ക് വേണ്ടി നിലനിൽക്കുന്ന തൻ്റെ ജനത്തെ ഓർക്കുന്ന ഹല്ലേലൂയ സ്നേഹവാനായ ദൈവത്തിന്റെ ആ തേജസ്സേറിയ മുഖത്തെയാണ് ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വരച്ചു കാട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അബ്രഹാമിനെ അറിയാം. അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ഒത്തിരി ആലങ്കാരികമായ പ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസികളുടെ പിതാവ് എന്ന അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ബഹുജാതികൾക്ക് പിതാവ് എന്ന് അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം സ്തോത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ ഹല്ലേലൂയ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം വേദപുസ്തകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. അങ്ങനെ എല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന സ്തോത്രം അബ്രഹാമിനെ സ്തോത്രം ഹല്ലേലൂയ അത് ദൈവത്തിന് ഓർക്കുവാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ സ്തോത്രം വലിയ ഒരു ഹല്ലേലൂയ സ്തോത്രം അനുഭവങ്ങളുണ്ട്. കാരണം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അബ്രഹാമിന്റെ സ്തോത്രം ഹല്ലേലൂയ അത് സ്തോത്രം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉപാധികളില്ലാത്ത അബ്രഹാമിന്റെ വിശ്വാസത്തെ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ നിന്നെ കാണിപ്പാൻ ഈ ദേശത്തേക്ക് നീ പുറപ്പെടുക എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാം സ്തോത്രം ഹല്ലേലൂയ. നോക്കുക, നാം ഈ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനെ സ്തോത്രം ദൈവം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹല്ലേലൂയ ദൈവം തന്നെ ഓർക്കുവാനിടയായിരുന്നു. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം ഓർക്കുവാനിടയായി തീർന്നു. അബ്രഹാമിനെ ദൈവം ഓർക്കുവാനായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ ഓർപ്പിച്ചു. 12-ാം അധ്യായം 1-ാമത്തെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വാക്യത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നു. കാണിപ്പാൻ ദേശത്തേക്ക് പുറപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. കാരണം ദൈവത്തിന്റെ വാക്കിനെ താൻ അതുപോലെ പൂർണ്ണമായി അനുസരിപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ വാക്കിന് 1-ാം സ്ഥാനം കൊടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ വചനങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കാനിടയായി തീർന്നു. ദൈവത്തിന്റെ കൽപ്പനകൾക്ക് താൻ 1-ാം സ്ഥാനം കൊടുക്കുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിന്റെ പരിവരുത്ത അനുഭവങ്ങളിൽ സ്തോത്രം പല നിലകളായ പ്രതികൂലങ്ങളിലൂടെയൊക്കെ ഹല്ലേലൂയ ഞാനും നിങ്ങളും കടന്നുപോയി എന്ന് വന്നേക്കാം. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ആരോഗ്യം ക്ഷീണിക്കുന്ന അവസ്ഥകൾ, സാമ്പത്തികമായി ഹല്ലേലൂയ വളരെ ഞെരുങ്ങുന്ന അനുഭവങ്ങൾ, സ്തോത്രം. നമ്മളിൽ മിക്ക ആൾക്കാരും സ്തോത്രം ഇന്ന് ഈ മീറ്റിംഗ് സംബന്ധിക്കുന്ന ഹല്ലേലൂയ ഭൂരിഭാഗം ആൾക്കാർ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നവരാണ്. ചിലരൊക്കെ ഭാഗികമായി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നവരാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. നോക്കുക, കർത്താവിന്റെ വയൽ പ്രദേശത്തായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വരാറുണ്ട്.
ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പുറമെ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത നിലവാരത്തുള്ളതായ ഒട്ടനവധി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവേലക്കാരെന്ന നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ചിലതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട്, ചിലതെല്ലാം ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരോട് പറയുവാൻ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ആഗ്രഹിക്കാത്ത നിലവാരത്തിൽ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് സ്തോത്രം കർത്താവിന്റെ വേല നിമിത്തം സ്തോത്രം നെടുവീർപ്പോടുകൂടി കടന്നു പോകുന്ന ഒത്തിരി ദൈവത്തിന്റെ ദാസന്മാരെ എനിക്ക് അറിയാം. സ്തോത്രം ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാനും ചിന്തിച്ചു പോയിട്ടുള്ള ഒരു വസ്തുതയാണ്, ദൈവം എന്തുകൊണ്ട് ഹല്ലേലൂയ എന്നെ അറിയുന്നില്ല, എന്നെ കാണുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഈ കഷ്ടതയുടെ അനുഭവങ്ങളിൽ എന്തുകൊണ്ട് ദൈവം സ്തോത്രം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും ഹൃദയത്തിൽ അവിശ്വാസത്തിന്റെ വാക്കുകളിലൂടെയൊക്കെ കടന്നുപോയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. സ്തോത്രം. എന്തുകൊണ്ട് ദൈവം നമ്മളെ മനഃപൂർവ്വം മറന്നു കളയുന്നതാണോ? അല്ല, ഒരിക്കലും അല്ല. സ്തോത്രം. പിന്നത്തേതിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പിന്നത്തേതിൽ അതേ ഹൃദയത്തിൽ അങ്ങനെ വിചാരിച്ചു കൂട്ടിയതായ അവിശ്വാസത്തിന്റെ അനുഭവങ്ങളെ ഓർത്ത് വളരെ ദുഃഖിക്കാറുണ്ട്. ദുഃഖിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ദൈവം നമ്മളെ മറന്നു കളയുന്നതല്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന ചില അനുഭവങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി പലപ്പോഴും ദൈവത്തിന് പല സാഹചര്യങ്ങളിൽ നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവത്തിന് ഒരുപക്ഷെ മൗനത പാലിക്കേണ്ടതായിട്ട് വരും. ദൈവം പലതും നമ്മെ പഠിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവത്തിന്റെ വാക്കിന് ഒന്നാമതായി അവൻ വില കൊടുക്കുവാനിടയായി തീർന്നു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി പുറപ്പെടുവാനിടയായി തീർന്നു. ഉൽപ്പത്തി 15:6 എന്താണ് രേഖപ്പെടുത്തിയത്? ഉൽപ്പത്തി 15:6 എന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 15:6 വാക്യം. ഹല്ലേലൂയ. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. സ്തോത്രം. അബ്രഹാമിനെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? വചനം പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവനെന്റെ ഉപനിധി എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, അറിയുന്നു. സ്തോത്രം. എന്ന് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? അവനെന്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു എന്ന് ഹല്ലേലൂയ സ്തോത്രം ഭക്തൻ പറയുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് ഹല്ലേലൂയ ഉള്ളതായ ഉത്തമമായ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഹല്ലേലൂയ മറ്റുള്ളവരെക്കാൾ ഉപരി സ്തോത്രം നമ്മെ വിളിച്ച ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം പൂർണ്ണമായി വിശ്വസിക്കുവാൻ, ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്കുകൾക്ക് പൂർണ്ണമായി ഹല്ലേലൂയ ചെവി കൊടുക്കുവാൻ, പൂർണ്ണമായി ദൈവത്തിന്റെ പദ്ധതികൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം താല്പര്യപ്പെടുന്നവരായിരിക്കും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി തിരിച്ച ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഒന്നാമതായി ദൈവം അബ്രഹാമിന് ഓർക്കുവാനായിട്ടുള്ള കാരണം സ്തോത്രം അവൻ എന്ത് ചെയ്തു? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു. ദൈവം തന്നെ വിളിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം വിശ്വാസത്താൽ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അവൻ എന്ത് ചെയ്തു? ഇറങ്ങി പുറപ്പെടുവാനിടയായി തീർന്നു. മറ്റാരോടും ആലോചന ചോദിച്ചില്ല. ഹല്ലേലൂയ. ആത്മീയമായ ഹല്ലേലൂയ സ്തോത്രം ആ അർത്ഥത്തിൽ ഹല്ലേലൂയ സ്തോത്രം ശബ്ദത്തിൽ പറയുമ്പോൾ ജഡരക്തങ്ങളോട് ആരോടും എന്ത് ചെയ്തില്ല? അബ്രഹാം എന്ത് ചെയ്തില്ല? ആലോചന ചോദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. സുൽപാസ്റ്റർ, ഒരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. എന്റെ മുമ്പിൽ സ്തോത്രം സമയം എത്ര നിർത്താറാകുമ്പോൾ എന്നെ ഒരു ചെറിയ കൈയെടുത്തൊന്ന് കാണിക്കണം. ഹല്ലേലൂയ സ്തോത്രം. കാരണം എന്റെ മുമ്പിൽ സമയം കാണിക്കുന്നില്ല, എന്റെ പുറകിലാണ് സമയം കാണിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ ചെറിയ ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു സൈൻ എനിക്ക് തരുമ്പോൾ ഞാൻ ആ നിലകളിൽ ഹല്ലേലൂയ സ്തോത്രം
കാര്യങ്ങൾ ക്രമീകരിച്ചു കൊള്ളാം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത് അവൻ ദൈവത്തെ വിശ്വസിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവനായിരുന്നു. ദൈവത്തിൽ മാത്രം ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തിയായിരുന്നു അബ്രഹാം. ഹല്ലേലൂയ. സ്തോത്രം. മൂന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അവൻ ദൈവത്തെ സ്തോത്രം ശുശ്രൂഷിപ്പാനിടയായി തീർന്നു. അഥവാ ദൈവത്തിന്റെ ദൂതന്മാരെ ശുശ്രൂഷിപ്പാനിടയായി തീർന്നു. 18-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അബ്രഹാം സ്തോത്രം എന്ത് ചെയ്യുകയാണ്? സ്തോത്രം ദൈവത്തിന്റെ ദൂതന്മാരെ ശുശ്രൂഷിക്കുന്ന സ്തോത്രം ആ സംഭവങ്ങളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. എന്താണ് അവിടെ ചെയ്തത്? അതിന്റെ 18-ന്റെ 8-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? 18-ന്റെ 8-ൽ സ്തോത്രം 18-ന്റെ 8 ഒന്ന് വായിക്കാം. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട് എന്തുവാ നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അവിടെ നോക്കുക, അവിടെ സ്തോത്രം നമുക്ക് വചനം പറയുന്നതാണ്, ദൈവത്തിന്റെ ദൂതന്മാരെ ഹല്ലേലൂയ സ്തോത്രം അവൻ അറിയാതെ സൽക്കരിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. തന്റെ കൂടാരവാതിക്കൽ വന്ന അല്ലെങ്കിൽ തന്റെ അടുക്കിലേക്ക് വന്ന ദൂതന്മാരെ അബ്രഹാം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അറിയാതെ അവൻ സൽക്കരിപ്പാനിടയായിട്ട്. നോക്കുക, ഒരു നേരത്തെ ആഹാരം ദൈവത്താൽ അയക്കപ്പെട്ട ദൂതന്മാർക്ക് വേണ്ടി അവൻ അറിയാതെ അവരെ സൽക്കരിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. പിന്നത്തെ നമുക്ക് വരുമ്പോൾ പുറപ്പാടിലേക്ക് നമ്മൾ വരുമ്പോൾ നീണ്ട 40 വർഷം തന്റെ ഹല്ലേലൂയ സന്തതിക്ക് മരുഭൂമിയിൽ ദൈവം ഹല്ലേലൂയ സ്തോത്രം തന്റെ അബ്രഹാമിന്റെ സന്തതിക്ക് ദൈവം എന്ത് ചെയ്യുകയാണ്? സമർത്ഥമായ നന്മകൾ കൊടുത്ത് മരുഭൂമിയിൽ ദൈവം തന്റെ ജനത്തെ ഹല്ലേലൂയ നടത്തുന്ന അനുഭവത്തെ നമ്മൾ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നമ്മൾ കൊടുക്കുന്നതൊന്നും ഹല്ലേലൂയ വെറുതെ അല്ല പ്രിയപ്പെട്ട. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന ഓരോ ചില്ലിക്കാശും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും ഹല്ലേലൂയ സ്തോത്രം അതൊന്നും വെറുതെ അല്ല. അതെല്ലാം ദൈവം നമുക്ക് വേണ്ടി കണക്കിടുന്ന ദൈവമാണ്. തന്റെ നാമം നിമിത്തം, തന്റെ വേല നിമിത്തം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ചിലവിടുന്നതൊന്നും ഹല്ലേലൂയ ദൈവം മറന്നു പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഭൗതികമായിട്ടാണ് എങ്കിൽ പോലും ദൂതന്മാരെ സൽക്കരിച്ചതെങ്കിലും ഹല്ലേലൂയ ആത്മീയമായും ഭൗതികമായ നിലവാരത്തിലും ദൈവത്തിന്റെ ഹല്ലേലൂയ ആ ദാസനായ അബ്രഹാമിന്റെ സന്തതിയെ ദൈവം എന്ത് ചെയ്യുകയാണ്? മരുഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം സമർത്ഥമായ നിലകളിൽ ദൈവം നടത്തുവാനിടയായിട്ടു. പിന്നത്തേതിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ നമുക്കറിയാം. അബ്രഹാമിലൂടെ ഉളവാക്കപ്പെട്ട ഹല്ലേലൂയ യഹൂദർ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ജാതിയെ ലോകത്തിന്റെ ഹല്ലേലൂയ നെറുകയിൽ ഹല്ലേലൂയ സ്തോത്രം അവരെ നിർത്തത്തക്ക വണ്ണം, അവരുടെ യശസ് ഉയർത്തത്തക്ക വണ്ണം ഹല്ലേലൂയ അവരെ ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം ഇന്നും അവരെ മാനിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? സ്തോത്രം ഹല്ലേലൂയ തന്റെ അബ്രഹാം എന്ന് പറയുന്ന ഹല്ലേലൂയ സ്തോത്രം ആ ഭക്തനായ മനുഷ്യന്റെ ഹല്ലേലൂയ സ്തോത്രം നിർവ്യാജമായ ഹല്ലേലൂയ സ്നേഹവും ദൈവത്തോടുള്ള ഹല്ലേലൂയ സ്തോത്രം ആ ഹല്ലേലൂയ അഗാധമായ വിശ്വാസവും സ്നേഹവുമാണ് ദൈവം തന്റെ സന്തതിയെ അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയെ ഇന്നും അനുഗ്രഹിപ്പാനിടയായി തീർന്നുകൊണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ സ്തോത്രം ഒരു നേരം തന്റെ ദൂതന്മാർക്ക് ആഹാരം അബ്രഹാം കൊടുത്തപ്പോൾ സ്തോത്രം തന്റെ സന്തതിയെ ദൈവം എന്ത് ചെയ്തില്ല? മരുഭൂമിയില് മറന്നു കളഞ്ഞില്ല. തന്റെ സന്തതിയെ ദൈവം മരുഭൂമിയിൽ മറന്നു കളഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. നീണ്ട 40 വർഷക്കാലം അവർക്ക് ഹല്ലേലൂയ അവർക്ക് ആഹാരം കൊടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും യാത്രയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടോ? ഒരു കുറവും സംഭവിച്ചില്ല. അവർ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുത്തു. ഹല്ലേലൂയ. അവർ ഇറച്ചി ചോദിച്ചപ്പോൾ അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു. ഹല്ലേലൂയ. സ്വർഗീയന്മാരുടെ ആഹാരമായ മന്ന കൊണ്ട് അവരെ ദൈവം പോഷിപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ എത്ര ഹല്ലേലൂയ കാര്യങ്ങളാണ്, അനുഭവങ്ങളാണ് അവരെ കുറിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത,
ദൈവത്തിന് വേണ്ടി ചെയ്തത് കൊണ്ട്, ദൈവത്തിന് വേണ്ടി നിന്നത് കൊണ്ട് ഹല്ലേലൂയ ദൈവം തന്റെ സന്തതിയെ അനുഗ്രഹിപ്പാനിടയായിട്ടും. ഇതുപോലെ നമ്മുടെ തലമുറകളെയും ദൈവത്തിന് അനുഗ്രഹിപ്പാനായിട്ട് കഴിയും. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതൊന്നും വെറുതെയല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 10 തലമുറ വരെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അനുഗ്രഹിപ്പാൻ കഴിവുള്ള ദൈവം, ശക്തനായ ദൈവം. ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ അവൻ എപ്പോഴും വിശ്വസ്തനായിരിക്കുമെന്ന് വചനം പറയുകയാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത് വാക്ക് പറഞ്ഞാൽ മാറുമോ? അവൻ മാറുന്ന ദൈവമല്ല. കാരണം അവൻ വാക്ക് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം മാറാൻ അവൻ മനുഷ്യനല്ല എന്ന് വചനം പറയുകയാണ്. ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ട്, ദൈവം എപ്പോഴും ദൈവമായിരിക്കുന്നത് കൊണ്ട് അവൻ പറഞ്ഞ വാഗ്ദത്തത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് കഴിയുകയില്ല. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവം ഹല്ലേലൂയ സ്തോത്രം തന്റെ ഭക്തരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും. ഹല്ലേലൂയ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്, അവൻ ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിൽ അവൻ ഏറ്റവും താല്പര്യമുള്ളവനായിരുന്നു. സ്തോത്രം. അവൻ എവിടെയെല്ലാം കടന്നു പോകുന്നു അവിടെയെല്ലാം കൂടാരമടിച്ച് ഹല്ലേലൂയ, അവിടെയെല്ലാം കൂടാരമടിച്ച് ഹല്ലേലൂയ സ്തോത്രം, അവിടെയെല്ലാം യാഗപീഠം പണിത് സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നതിൽ ഹല്ലേലൂയ അബ്രഹാം ഏറ്റവും വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ആരാധന ഓർക്കുവാൻ കാരണം, പിന്നെ അബ്രഹാമിനെ ദൈവം ഓർക്കുവാൻ കാരണം സ്തോത്രം 21-ാം അധ്യായം 33-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? ഉൽപ്പത്തി 21-ന്റെ 33-ാമത്തെ വാക്യം. സ്തോത്രം. അബ്രഹാം ബേർശേബയിൽ ഒരു പിചുല വൃക്ഷം നട്ടു. നിത്യ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അബ്രഹാം യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് എന്ത് ചെയ്തു? അബ്രഹാം ആരാധന കഴിപ്പാനിടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ അബ്രഹാമിന്റെ ആരാധന, ദൈവം അബ്രഹാമിനെ ഓർക്കുവാനായിട്ടുള്ള 4-ാമത്തെ കാരണം ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു അബ്രഹാം. അവൻ എവിടെ പോയാലും ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം അവൻ ഹല്ലേലൂയ സ്തോത്രം നിലനിർത്തുന്നവനായിരുന്നു അബ്രഹാം. നമുക്കറിയാം, വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ദേശത്ത് പോയാൽ, ഒരു വിദേശ രാജ്യത്ത് പോയാൽ, ഒരു അന്യ സംസ്ഥാനത്ത് പോയാൽ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്ത് നമ്മൾ പോയാൽ ഹല്ലേലൂയ അവിടെ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് സ്തോത്രം അവിടെ ഒരു ആരാധനാലയം ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മാതൃസഭയിലോ അല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷിക്കുന്ന സഭയിലോ നമുക്ക് ഹല്ലേലൂയ ആരാധനകൾ സംബന്ധിക്കുവാൻ കഴിയാതെ പോകുന്ന സ്ഥാനം, അല്ലെങ്കിൽ അതിന് സാധ്യമാകാതെ പോകുന്ന സമയത്ത് നമ്മളുടെ മറ്റൊരു സ്ഥാനത്തായി പോകുമ്പോൾ അവിടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ടൊരു ഇടമുണ്ടോ എന്ന് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ആദ്യം അന്വേഷിക്കുവാനാണ്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊരു ഉപരിപഠനത്തിന് വേണ്ടി അയക്കുമ്പോൾ വിദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വിവിധ സ്റ്റേറ്റുകളിലോ നമ്മൾ പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവർക്ക് ആ പഠനത്തോടൊപ്പം തന്നെ ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി സാധ്യതകൾ ലഭിക്കുന്ന അല്ലെങ്കിൽ സ്ഥലങ്ങൾ അടുത്തെവിടെ ഉണ്ട് എന്ന് ഹല്ലേലൂയ നമ്മൾ അന്വേഷിച്ച് ഹല്ലേലൂയ അവരെ അവിടെ ഹല്ലേലൂയ പറഞ്ഞ് നമ്മൾ അവിടെ അവരെ ആക്കുവാനിടയായി. സ്തോത്രം. ഇതെന്താണ് പറയുന്നത്? നല്ലൊരു ആത്മീയന്റെ ലക്ഷണമാണ്. സ്തോത്രം. ദൈവവുമായിട്ട് ബന്ധമുള്ള, ദൈവവുമായിട്ട് അഭേദ്യമായ ഹല്ലേലൂയ സ്തോത്രം അതേ റിലേഷൻഷിപ്പ് ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കുന്ന, തുടരുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഹല്ലേലൂയ സ്തോത്രം ഒരു ഏറ്റവും സവിശേഷമായ ഒരു അനുഭവമാണ്, ലക്ഷണമാണ് ഹല്ലേലൂയ സ്തോത്രം. എവിടെയും ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. സ്തോത്രം. ഇത്ര കാര്യങ്ങൾ എന്നെ കുറിച്ച് പറയുവാനുണ്ട്. ഹല്ലേലൂയ നമ്മുടെ സമയം മുമ്പിൽ പരിമിതമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് എങ്ങും കടന്നു പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവത്തെ അവൻ ആരാധിക്കുന്നവനായിരുന്നു നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ആരാധന ഹല്ലേലൂയ സ്തോത്രം നമുക്കറിയാം. അവൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കുക മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം അവൻ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സാന്നിധ്യത്തെ എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവസാനം നമുക്കറിയാം, ഈ ആരാധിച്ചിട്ട് അങ്ങോട്ട്
അങ്ങോട്ട് പോകുമ്പോൾ ആരാധന കുറയുകയല്ലായിരുന്നു അബ്രഹാമിന്റെ ജീവിതത്തിൽ. ഇങ്ങനെ ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ വിശ്വാസം കുറയുകയല്ലായിരുന്നു ചെയ്തത്. സ്തോത്രം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അയ്യോ ഞാൻ പ്രാർത്ഥിച്ച് അടുത്ത മാസത്തെ എത്രയോ വിഷയങ്ങൾക്ക് വേണ്ടി നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ആരാധിച്ച് മടുത്തു, എത്രയോ നാൾ കൊണ്ട് ആരാധിക്കുകയാണ്, ആരാധിച്ചിട്ട് എന്തേ പ്രതികൂലം, ആരാധിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ജീവിതത്തിൽ പ്രതികൂലം, പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ജീവിതത്തിൽ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാം ദൈവത്തെ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തോട് അടുക്കും തോറും അവൻ പിന്നെയും ഹല്ലേലൂയ സ്തോത്രം കൂടുതൽ ഹല്ലേലൂയ അവൻ ദൈവത്തോട് ചേരുകയാണ്. ഹല്ലേലൂയ. അവൻ ദൈവത്തെ വിശ്വസിക്കും തോറും ഹല്ലേലൂയ യെസ് ഹല്ലേലൂയ അവൻ ദൈവത്തിൽ എന്ത് ചെയ്യുകയാണ്, കൂടുതൽ ഹല്ലേലൂയ ദൈവവുമായിട്ട് അവൻ അങ്ങ് ലയിച്ചു ചേരുകയാണ്. സ്തോത്രം. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്തോത്രം ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യുകയാണ്, അവന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമായ ഹല്ലേലൂയ ഒരു വലിയ സംഭവത്തിന് ഹല്ലേലൂയ സ്തോത്രം നാം സാക്ഷികളാകുകയാണ്. കാരണം എന്തെന്നറിയാമോ, തന്റെ ഏകജാതനായ മകനെ അവൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു, അവൻ തന്റെ ഏകജാതനായ മകനെ ഹല്ലേലൂയ സ്തോത്രം തന്നെ വിളിച്ച ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി കൊടുത്ത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ മാനിക്കുവാൻ അവൻ തയ്യാറായി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനായ ഇസ്ഹാക്കിനെ തന്നെ നീ എനിക്ക് എന്ത് ചെയ്യണം, നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അതും ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി നീ യാഗം കഴിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ആരാധന എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമുക്ക് സൗകര്യപ്രദമായ ദൈവത്തിന്റെ വേല എന്ന് പറയുമ്പോൾ, വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് സൗകര്യപ്രദമായ നിലകളിൽ നമ്മുടെ ഇംഗിതത്തിനൊത്തവണ്ണം അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിനൊത്തവണ്ണം ചെയ്യേണ്ട ഒരു സംഗതിയെല്ലാം നമുക്കറിയാം. സ്തോത്രം. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഹല്ലേലൂയ നീ സ്നേഹിക്കുന്ന നിന്റെ ഹല്ലേലൂയ ഏകജാതനായ മകനായ ഇസ്ഹാക്കിനെ തന്നെ നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. അതും ഹല്ലേലൂയ ഞാൻ നിന്നെ കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട്, മോറിയാ ദേശത്തുള്ള ഹല്ലേലൂയ സ്തോത്രം സ്ഥലത്ത് കൊണ്ടുപോയി നീ എന്ത് ചെയ്യണം, നീ എനിക്ക് വേണ്ടി നിന്റെ മകനെ ഹല്ലേലൂയ യാഗം തരണം. ഹല്ലേലൂയ. അവിടെയും മാനുഷികമായ ആരോടും ആലോചന ചോദിക്കുന്നില്ല. നേരെ സ്വന്തം ഭാര്യയോട് പോലും ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ സ്തോത്രം ആലോചന ചോദിക്കാതെ ദൈവത്തിന്റെ ആലോചനയുടെ മുമ്പിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുകയാണ്, അവൻ തന്റെ മകനുമായി കടന്നു പോവുകയാണ്. സ്തോത്രം. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം അവന്റെ ഏറ്റവും വലിയ വിശ്വാസത്തെ കണ്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിനോട് പറയുകയാണ്, ഹല്ലേലൂയ നീ നിന്റെ ഹല്ലേലൂയ ഏകജാതനായ മകനെ എനിക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നീ തരുവാൻ ഹല്ലേലൂയ മടിക്കായക കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഞാൻ അറിയുന്നു നീ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നീ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന് ഞാൻ നിന്നെ കുറിച്ച് മനസ്സിലാക്കുന്നു. നിന്റെ വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഹല്ലേലൂയ സ്തോത്രം ഒരു ചെറിയ വിശ്വാസമല്ല. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യങ്ങൾ എത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെയും കുറിച്ച് ദൈവത്തിന് ഹല്ലേലൂയ സാക്ഷ്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. നമ്മളെയും കുറിച്ച് ദൈവത്തിന് വലിയ കാര്യങ്ങൾ പറയുവാനായിട്ട് ഈ നാളുകളിൽ ഇടയായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും ഹല്ലേലൂയ ദൈവം അബ്രഹാമിനെ ഓർക്കുവാനിടയായി തീർന്നു. ദൈവം അവനെ കൈവിട്ടില്ല. ദൈവം അവനെ മാനിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കുക. ഒരു നിമിഷം ഹല്ലേലൂയ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാം. അബ്രഹാമിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ചില കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്ത് തോന്നുന്നു, നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്രകാരമായിരിക്കുന്നു എന്ന് നിങ്ങളും ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യുവാൻ സ്തോത്ര വചനങ്ങളുടെ ഇടയായി തീരട്ടെ എന്ന് ഇത് പകൽക്കാലം ആത്മാർത്ഥമായ ദൈവത്തിന്റെ സന്ധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സമയം അനുവദിച്ചിരുന്ന കർത്താവിന്റെ ഹല്ലേലൂയ ദാസന്മാർക്ക് ഹൃദയംഗമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവിന്റെ പകൽക്കാലം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എത്ര ശക്തമായിട്ടുള്ള ദൈവവചനം. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വിശ്വാസികളുടെ പിതാവ്. എന്നാൽ അബ്രഹാം
ആ സമ്പൂർണമായിട്ട് ദൈവത്തെ വിശ്വസിച്ചു എന്നുള്ളതാണ്. തൻ്റെ ഭാവിയും തൻ്റെ സാഹചര്യങ്ങളും ഒന്നും സ്വന്തമായി ചിന്തിക്കാതെ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചു. അതുപോലെ തന്നെ അബ്രഹാം ദൈവം അയച്ച ആളുകളെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ശുശ്രൂഷിച്ചു. മൂന്നാമതായിട്ട് നമ്മൾ കേട്ടത് അബ്രഹാം ആരാധിക്കുന്നവനായിരുന്നു. എവിടെ ചെന്നാലും ജീവനുള്ളതായ ദൈവത്തെ ആരാധിക്കുക. നമുക്കറിയാം അബ്രഹാം ജീവിച്ചിരുന്നതായിട്ടുള്ള ആ സംസ്കാരത്തിൽ എല്ലാവരും ഓരോ വിഗ്രഹങ്ങളെയും മറ്റുമൊക്കെ ആരാധിക്കുക. അബ്രഹാമിന്റെ പിതാവ് തന്നെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നതായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അബ്രഹാം യഥാർത്ഥമായിട്ടുള്ള ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. പിന്നീട് നമുക്ക് അറിയാം തൻ്റെ ഏക മകനെ യാഗം കഴിക്കാനായിട്ട്. ഇന്ന് നമ്മളത് കേൾക്കുമ്പോൾ വളരെ അസാധാരണമായിട്ട് തോന്നും. ഒരു മകനെ യാഗം കഴിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പക്ഷെ അന്ന് അബ്രഹാം ജീവിച്ചിരുന്ന സംസ്കാരത്തിൽ അത് അസാധാരണമായ ഒരു കാര്യമല്ലായിരുന്നു. നമുക്കറിയാം ഈ കാലത്ത് തന്നെ 21-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിലെ ചില ഗ്രാമങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ കൊല്ലുകയും അല്ലെങ്കിൽ യാഗം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അന്ന് അബ്രഹാം ജീവിച്ചിരുന്ന സംസ്കാരത്തിൽ അത് അസാധാരണമായ ഒരു കാര്യമല്ല. നമ്മൾ പ്രധാനമായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രയാസമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അബ്രഹാം ഏറ്റവും തൻ്റെ ഹൃദയത്തിന് ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതായ കാര്യമാണ് ദൈവം ആവശ്യപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവർ, നമ്മുടെ ഭാവിയിൽ നല്ല ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവവിളി നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അതിനേക്കാളും ഉപരി മറ്റെന്തിനു വേണ്ടിയെങ്കിലും ആഗ്രഹിക്കുകയും നമ്മുടെ ജീവിതം മറ്റു രീതിയിൽ ശോഭനമായി കാണാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇസാക്കിനെ യാഗം കഴിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ എല്ലാ സാഹചര്യത്തെയും നമുക്കറിയാം, സ്വന്തം ഭാര്യയോട് പോലും പറയാതെ പറഞ്ഞാൽ നടക്കുകയല്ലെന്നറിയാം. അതുകൊണ്ട് അബ്രഹാം ഏകനായിട്ട് ആരോടും ചർച്ച ചെയ്യാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ ഒരു പ്രയാസമുള്ള ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതൊന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നത്. എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്നൊക്കെ നമുക്കൊരു കുറച്ചുകൂടെ ഒരു ക്ലിയർ ആകുകയൊക്കെ ചെയ്യും. എന്നാൽ അബ്രഹാമിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു മനുഷ്യനോട് പോലും ചർച്ച ചെയ്യാൻ പറ്റാത്തതായ ഒരു സാഹചര്യമാണ്. ഇത്ര ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വന്നപ്പോൾ ആരോടും, അബ്രഹാം ഉപദേശകന്മാരോ അല്ലെങ്കിൽ വേലക്കാരോ വളരെ വിശ്വസരായ ആളുകളൊക്കെ ഉണ്ടല്ലോ, 500 പേര് തന്നെ വീട്ടിലുണ്ടായിരുന്നല്ലോ. എന്നാൽ ആരോടും സംസാരിക്കാൻ കഴിയാതെ ഏകനായിട്ട് ഒരു തീരുമാനമെടുത്ത് അങ്ങനെ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾക്കും ചെയ്യേണ്ടതായിട്ടുള്ളത്. ചില സാഹചര്യത്തിൽ നാം ഏകരായിട്ട് ചില ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിവുണ്ടോ എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ ചോദ്യം. പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളൊക്കെ കണ്ട അന്നേരം സൗകര്യമെന്ന് തോന്നുന്ന, നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത സൗകര്യമെന്ന് തോന്നുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും നമ്മൾ എടുക്കാറുള്ളത്. അത് പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു പരാജയമായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അബ്രഹാമിനാണെങ്കിൽ എന്തെല്ലാം വന്നാലും ദൈവം പറഞ്ഞത് ഞാൻ ചെയ്യും, എന്തെല്ലാം നഷ്ടം എനിക്ക് വന്നാലും സാരമില്ല അതാണ് വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രഹാമിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുത്തേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ദൈവവിളി കൊണ്ട് നമുക്ക് ബാഹ്യമായിട്ടുള്ള നമുക്ക് ലഭിക്കാവുന്ന അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നാൽ അത് വിശ്വാസത്തോടുകൂടി നമുക്കത് ചെയ്യാം. കർത്താവ് അതിനെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായിട്ട് ശാന്തനായി വളരെ ശക്തമായി തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. പല പ്രാവശ്യം നമ്മുടെ ഈ പ്രയർ ലൈനിൽ തിരുവനന്തപുരം സംസാരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ഈ ദിവസങ്ങളിൽ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പുതിയ അഭിഷേകത്തോടുകൂടെ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഷിക്കാഗോ പ്രയറിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ പ്രാർത്ഥനയുടെ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ ലൈനിൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് പല ജീവിത സാഹചര്യങ്ങളിലിരുന്ന്, പല സ്ഥലങ്ങളിലിരുന്ന്, ടൈം സോണുകളിലിരുന്ന് ഒക്കെ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നതിന്, തിരുവചനം കേൾക്കുന്നതിന് ഞങ്ങളെ അവിടുന്ന് സഹായിച്ചല്ലോ കർത്താവേ. അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് എത്രയോ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഞങ്ങൾ സംസാരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വിശ്വാസമുള്ളവരായിട്ടിരിക്കുന്നതിന് കർത്താവ് ഞങ്ങളോട് പ്രയാസമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യുന്നതിനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനം സംസാരിച്ച് അവിടുത്തെ ദാസനെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങൾ ശക്തിയോടുകൂടെ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിന് അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. അബ്രഹാം ചെയ്തതുപോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന്
ദൈവം അയച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരെയും മറ്റുള്ള എല്ലാവരെയും, ഞങ്ങളുടെ അയൽക്കാരെയും മറ്റുള്ളവരെയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആരെയെല്ലാം കർത്താവ് അയക്കുന്നു അവരെയെല്ലാം ആ മനോഭാവത്തോട്, വിനയത്തിന്റെ മനോഭാവത്തോടുകൂടെ ശുശ്രൂഷിക്കുന്നതിന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഏത് സാഹചര്യത്തിലും യഥാർത്ഥമായിട്ട് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ പ്രാർത്ഥനയുടെ തിരുവചന കേൾവിയുടെ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവെ ഓരോ ദിവസവും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിന് ഞങ്ങളെ തുടർന്നും സഹായിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ഈ പ്രയർ ലൈനിൽ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആരെങ്കിലും രോഗികളായി ബുദ്ധിമുട്ടിലിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവ് അത് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ ലൈനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ കർത്താവിൻ്റെ വചനം കേട്ട് ഓരോ ദിവസവും കർത്താവിനോട് ഒരു പടി കൂടെ അടുത്ത് ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം. ഈ പ്രയർ ലൈന് നേതൃത്വം കൊടുക്കുന്ന സുനിൽ പാസ്റ്റർ, അങ്ങനെ എല്ലാ പാസ്റ്റർമാരെയും എല്ലാ ദൈവമക്കളെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവർ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കർത്താവ് വാഴ്ത്തി ആശീർവദിക്കുന്നതിനാൽ സ്തോത്രം. എല്ലാ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പറഞ്ഞു തരാത്ത കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഇന്ന് നമുക്ക് നൽകിയ പ്രാർത്ഥനയുടെ നല്ല സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് ഇന്ന് നമുക്ക് നൽകിയ നല്ല വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് നമ്മെ ദിനംതോറും ജയാളികളായി നടത്തുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധ സഹവാസം നാം എല്ലാവരോടും, നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, ഇന്ന് തിരുവചനം സംസാരിച്ച കർത്താവിന്റെ ദാസനോടും നാം എല്ലാവരോടും കൂടെ ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലും ഇന്ന് പകലും യേശു ക്രിസ്തു മാതിരി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ. സ്തോത്രം.